നമസ്കാരം. ഇന്ത്യൻ വംശജയായ ഐതിഹാസിക ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷനിൽ നാസയിൽ നിന്ന് വിരമിച്ചു. 27 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷമാണ് ഈ വിരമിക്കൽ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 3 ദൗത്യങ്ങളിലായി 608 ദിവസം ചെലവഴിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 3 ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി സുനിത പടിയിറങ്ങുമ്പോൾ ബഹിരാകാശ സഞ്ചാരിയുടെ പേര് ഗൂഗിളിലും ട്രെൻഡിംഗ് ആയിരിക്കുകയാണ്. 2006 സുനിത വില്യംസിന്റെ കന്നി ISS യാത്ര. ഇക്കഴിഞ്ഞ 2025 ഡിസംബർ 27 സുനിത വില്യംസ് ഔദ്യോഗികമായി വിരമിച്ചതായി നാസ വൃത്തങ്ങൾ വ്യക്തമാക്കി. അതിനിടെ സുനിതയ്ക്ക് നന്ദി പറഞ്ഞ് നാസ അഡ്മിനിസ്ട്രേറ്റർ ജാരഡ് ഐസക്മാൻ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. സുനിത വില്യംസ് മനുഷ്യരാശിയുടെ ബഹിരാകാശ യാത്രയിൽ ഒരു പുതിയ പാത തുറന്ന വ്യക്തിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ബഹിരാകാശ നിലയത്തിലെ അവരുടെ ദൗത്യം വിവിധ പര്യവേക്ഷണങ്ങളുടെ ഭാവി രൂപപ്പെടുത്തുകയും ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലേക്കുള്ള വാണിജ്യ ദൗത്യങ്ങൾക്ക് വഴി തുറക്കുകയും ചെയ്തു. ഐസക്മാൻ പ്രസ്താവനയിൽ പറഞ്ഞു. സുനിത വില്യംസിന്റെ ദൗത്യങ്ങൾ ശാസ്ത്ര സാങ്കേതിക വിദ്യാരംഗത്തെ പുരോഗതിക്കും ചന്ദ്രനിലേക്കുള്ള ആർട്ടിമിസ് ദൗത്യങ്ങൾക്കും ചൊവ്വയിലേക്കുള്ള മുന്നേറ്റത്തിനും നിർണായകമാണെന്നും ഐസക്മാൻ ചൂണ്ടിക്കാട്ടി. അവർ കൈവരിച്ച അസാധാരണ നേട്ടങ്ങൾ തലമുറകളെ വലിയ സ്വപ്നം കാണാനും സാധ്യമായതിന്റെ അതിരുകൾ ഭേദിക്കാനും പ്രചോദിപ്പിക്കും. അഭിനന്ദനങ്ങൾ. നാസയ്ക്കും രാജ്യത്തിനും നൽകിയ സേവനങ്ങൾക്ക് നന്ദി പറയുന്നുവെന്നും ഐസക്മാൻ കൂട്ടിച്ചേർത്തു. 2006 ഡിസംബറിൽ STS-116 ദൗത്യത്തിന്റെ ഭാഗമായി ഡിസ്കവറി സ്പേസ് ഷട്ടിലിൽ സുനിത ആദ്യമായി ബഹിരാകാശത്തേക്ക് പോയി. STS-117 സംഘത്തോടൊപ്പം സ്പേസ് ഷട്ടിൽ അറ്റ്ലാന്റിസിൽ തിരിച്ചെത്തി. ഈ ദൗത്യത്തിൽ സുനിത ഫ്ലൈറ്റ് എഞ്ചിനീയറായിട്ടാണ് പ്രവർത്തിച്ചത്. 2012 കസാക്കിസ്ഥാനിലെ ബൈക്കോണൂർ കോസ്മോഡ്രോമിൽ നിന്ന് 127 ദിവസത്തെ എക്സ്പെഡിഷൻ ദൗത്യത്തിന്റെ ഭാഗമായി അവർ രണ്ടാമതും ബഹിരാകാശത്തേക്ക് പോയി. എക്സ്പെഡിഷൻ 33 അവർ ബഹിരാകാശ നിലയത്തിന്റെ കമാൻഡറായും പ്രവർത്തിച്ചു. 2024 ജൂണിൽ നാസയുടെ ബോയിംഗ് ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് ദൗത്യത്തിന്റെ ഭാഗമായി വില്യംസും വിൽമോറും സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിൽ യാത്ര തിരിച്ചു. എക്സ്പെഡിഷൻ 72 വില്യംസ് വീണ്ടും ബഹിരാകാശ നിലയത്തിന്റെ കമാൻഡറായി. ഈ ദൗത്യത്തിൽ അവർ 2 സ്പേസ് വാക്ക് പൂർത്തിയാക്കി. 2025 മാർച്ചിൽ ഏജൻസിയുടെ സ്പേസ് എക്സ് ക്രൂ 9 ദൗത്യത്തിന്റെ ഭാഗമായി ഭൂമിയിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. ഏറ്റവും കൂടുതൽ സമയം സ്പേസ് വാക്ക് നടത്തിയ വനിത എന്ന റെക്കോർഡ് സുനിതയുടെ പേരിലാണ്. 9 തവണയായി 62 മണിക്കൂറും 6 മിനിറ്റും 3 ദൗത്യങ്ങളിലായി 600-ലധികം ദിവസങ്ങൾ സുനിത ബഹിരാകാശത്ത് ചെലവഴിച്ചു. ബഹിരാകാശത്ത് മാരത്തൺ ഓടിയ ആദ്യ വ്യക്തി എന്ന നേട്ടവും സുനിതയ്ക്ക് സ്വന്തമാണ്. ദീർഘകാലം ബഹിരാകാശത്ത് കഴിഞ്ഞ നാസ സഞ്ചാരികളിൽ 2ാം സ്ഥാനമാണ് സുനിതയ്ക്കുള്ളത്. കരിയറിലെ ഏറ്റവും പ്രതിസന്ധിയിലുള്ളതായിരുന്നു 2024 സ്റ്റാർലൈനർ ദൗത്യം. ഒരാഴ്ചത്തെ ദൗത്യത്തിനു പോയ സുനിതയ്ക്കും സഹസഞ്ചാരി ബുച്ച് വിൽമോറിനും പേടകത്തിന്റെ സാങ്കേതിക തകരാറുമൂലം 9 മാസത്തോളം ബഹിരാകാശത്ത് തുടരേണ്ടി വന്നു. സ്റ്റാർലൈനർ പേടകത്തിന്റെ ത്രസ്റ്ററുകൾക്കുണ്ടായ തകരാറുകളും ഹീലിയം ചോർച്ചയും കാരണമാണ് സുനിത വില്യംസിന് 9 മാസത്തിലേറെ ബഹിരാകാശത്ത് കുടുങ്ങിക്കിടക്കേണ്ടി വന്നത്. 2024 ജൂണിൽ ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിൽ 3ാമത്തെ ദൗത്യത്തിനായി പുറപ്പെട്ട സുനിതയ്ക്ക് 2025 മാർച്ചിലാണ് ഭൂമിയിലേക്ക് മടങ്ങിയെത്താൻ സാധിച്ചത്. ജൂൺ 7 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പേടകമെത്തി. ജൂൺ 13 മടങ്ങാനായിരുന്നു പദ്ധതി. എന്നാൽ പേടകത്തിന്റെ സാങ്കേതിക തകരാർ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. തകരാറിലായ ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ ന്യൂ മെക്സിക്കോയിലെ വൈറ്റ് സ്റ്റാൻഡ് സ്പേസ് ഹാർബറിൽ സെപ്റ്റംബർ 6 തിരികെ എത്തിച്ചു. ഡൽഹിയിലെത്തിയ സുനിത വില്യംസ് ബഹിരാകാശ യാത്രക്കിടെ കൊല്ലപ്പെട്ട കൽപ്പന ചൗളയുടെ അമ്മ സംയോഗിത ചൗളയെ സന്ദർശിച്ചു. തനിക്ക് ബഹിരാകാശത്തെ ഏറ്റവും വെല്ലുവിളി ഉയർത്തിയത് ഗുരുത്വാകർഷണക്കുറവോ പരിമിതമായ സ്ഥലമോ അല്ല, ഭൂമിയിലേക്കുള്ള തന്റെ തിരിച്ചുവരവ് കാത്തിരിക്കുന്ന കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കുമിടയിലേക്ക് എന്ന് മടങ്ങിയെത്താൻ സാധിക്കുമെന്നതിലെ അനിശ്ചിതത്വമാണെന്ന് സുനിത അന്ന് പറഞ്ഞിരുന്നു. ബഹിരാകാശമാണ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമെന്നാണ് സുനിത വില്യംസ് പറയുന്നത്. 3 തവണ ബഹിരാകാശ യാത്ര നടത്താൻ അവസരം ലഭിച്ചത് വലിയ ബഹുമതിയാണ്. നാസയിൽ 27 വർഷത്തെ മികച്ച കരിയർ കെട്ടിപ്പടുക്കാനായി. സഹപ്രവർത്തകരിൽ നിന്ന് എനിക്ക് ലഭിച്ച സ്നേഹവും പിന്തുണയുമാണ് അതിന്റെ അടിത്തറയെന്നും സുനിത വില്യംസ് പറഞ്ഞു.